ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മധുരമുള്ള കഥയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം. അമ്മായി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യയെ ഞാൻ അമ്മായി എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഏട്ടൻ ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കോളേജിൽ അവിടെ നിൽക്കാറുണ്ട്, ബാംഗ്ലൂരിൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നാട്ടിലോട്ട് വരും. നാട്ടിലോട്ട് വന്നിട്ട് ഞാൻ ഈ അമ്മായിയുടെ കൂടെ ആയിരുന്നു കിടക്കാറുള്ളത്. കൂടെയല്ല, ഇപ്പുറത്തെ റൂമിലാണ് കിടക്കാറുള്ളത്. കാരണം അമ്മായി ഒറ്റക്കാണല്ലോ. ഏട്ടനാണെങ്കിൽ ഗൾഫിലും. എൻ്റെ ഏട്ടൻ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ സ്വന്തമായിട്ട് വീടൊക്കെ പണിത് പിന്നീട് അവൻ ദുബൈയിലാണ്. അപ്പോൾ ഞാനില്ലാത്ത ടൈം എൻ്റെ അമ്മായിയുടെ കൂടെ താമസിക്കല് എൻ്റെ അമ്മൂമ്മയാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ അമ്മൂമ്മ എൻ്റെ വീട്ടിലോട്ട് പോകും, കാരണം ഞാനുണ്ടല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ. അങ്ങനെ ഞാൻ വൈകിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എത്തിയുടെ ഞാൻ നല്ല ക്ഷീണത്തിലായിരുന്നു. ഞാൻ വേഗം തന്നെ കുളിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബാത്റൂമിലോട്ട് പോകുമ്പോഴേക്കും അമ്മായി ബാത്റൂമിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേര് ഗീതു എന്നാണ്. ഞാൻ അമ്മയുടെ ഡോർ മുട്ടുമ്പോൾ ആരാ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അമ്മായി ഗീതുവാ. ഓ നീയോ? ആ ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം തന്നെ തോർത്തൊക്കെ എടുത്ത് അമ്മായി ഇപ്പോ ഞാൻ ഇറങ്ങും എന്ന് പറയുമ്പോൾ ഞാൻ റൂമിൽ ചെന്ന് തോർത്തൊക്കെ എടുത്ത് ഞാൻ ചൂടുവെള്ളത്തിന് വേണ്ടി സ്വിച്ചൊക്കെ ഇട്ട് പിന്നീട് AC ഇട്ടു. അവിടെ AC ഉള്ളത് കാരണം ആളാണ് ഞാൻ അവിടെ നിൽക്കാൻ പോകുന്നത്. എനിക്ക് അവിടുത്തെ AC ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ AC കിടക്കണം. എൻ്റെ വീട്ടിൽ AC ഒന്നുമില്ല. എൻ്റെ കുഞ്ഞു വീടാണ്. എൻ്റെ ഏട്ടൻ കെട്ടിയത് വലിയ രണ്ടിട്ടിന്റെ വീട്. അവിടെ ഏട്ടത്തി ഒറ്റക്കാണ്. അത് അറിഞ്ഞാൽ എൻ്റെ ചേട്ടൻ എന്നെ വിടില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നോട് ചേട്ടൻ അവിടെ നിൽക്കാൻ പറഞ്ഞത്. എൻ്റെ അമ്മായി എന്ന് പറയുന്നത് നല്ല നീള മുടിയുള്ള, അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ബ്രൗൺ കളർ മുടി. അതായത് അമ്മായിയെ കാണുന്ന ആരും തന്നെ ആദ്യം നോക്കുന്നത് ആ മുടിയാണ്. നല്ല സ്ട്രൈറ്റ്, അതായത് നല്ല സോഫ്റ്റ്, ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പാറി നിൽക്കുന്ന മുടി. നാലാൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള മുടിയാണ് എൻ്റെ അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മുടിയും ആ ഒരു ഷേപ്പിൽ ആ മുടി നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ പൊന്നളിയാ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വേഗം തന്നെ അമ്മായിയോട്, അമ്മായി ആയോ? ആ മോനെ ആയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ റൂമിൽ ചെന്ന് തോർത്തെടുക്കാൻ വേണ്ടി റൂമിലോട്ട് കയറി. ഞാൻ തോർത്തെടുത്ത് AC സ്വിച്ച് ഇട്ട് ഡോർ അടച്ച് വരാൻ കഴിയുമ്പോഴാണ് അമ്മായിയുടെ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ അമ്മായി ബാത്റൂമിൽ നിന്നും ഉരുന്തി താഴെ വീണിട്ടുണ്ടായിരുന്നു. അതൊരു 10 മണി 11:30 ആ ഒരു സമയത്തായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അമ്മായിയെ വേഗം തന്നെ ബാത്റൂമിൽ നിന്നും എടുത്തു. അതായത് ഡോറ് ഞാൻ തല്ലി പൊട്ടിച്ചു. അപ്പോഴേക്കും എൻ്റെ അമ്മായി പൂർണ്ണ ആ രീതിയിൽ കുളിക്കുമ്പോൾ വീണാൽ അമ്മായി എങ്ങനെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള അമ്മായിക്ക് ഞാൻ വേഗം തന്നെ തോർത്തൊക്കെ എടുത്തു, മേലൊക്കെ തുടച്ചു കൊടുത്തു. വേഗം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, പുറത്തൊരു കാറുണ്ടായിരുന്നു. ആ അമ്മായിനെ ഞാൻ എൻ്റെ സ്വന്തം തടി കൊണ്ട് കാറിലോട്ട് കയറ്റി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ വേഗം ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ എന്നോട് ഡോക്ടർ പറഞ്ഞു, മാഡത്തിന് നല്ല രീതിയിൽ പുറത്ത്, അതായത് നടുവ് നല്ല രീതിയിൽ ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോനിനി അമ്മായിയെ നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ പറയുകയാണ്. എനിക്ക് ആദ്യം തന്നെ സങ്കടം. ഞാനൊരു അമ്മായി എന്നുള്ള രീതിയിൽ മാത്രമേ അമ്മായിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഡോക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊന്ന് സങ്കടമായി. ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ അമ്മായി എനിക്ക് കുളിക്കണം എന്ന് വിചാരിച്ച് വേഗം അമ്മായിക്ക് ഇതായിരിക്കും. ഇതൊക്കെ ഏട്ടൻ അറിഞ്ഞ എൻ്റെ അവസ്ഥ പറയണ്ട എന്നൊക്കെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കസാരയിൽ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. ഡോക്ടർ അങ്ങനെ പറഞ്ഞ ഉടനെ അമ്മായിയെ വേഗം തന്നെ എൻ്റെ വീട്ടിലോട്ട് ആംബുലൻസ് വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അമ്മായിയെ പൊന്തിക്കാൻ. അങ്ങനെ ആംബുലൻസിൽ എൻ്റെ വീട്ടിൻ്റെ പുറത്തോട്ടൊക്കെ എത്തിച്ച് റൂമിലോട്ടൊക്കെ ഇത് ചെയ്തു. അങ്ങനെ 2 ദിവസം വീട്ടിൽ നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞാൻ കോളേജിൽ പോയി. പിന്നെ 3-ാമത്തെ ദിവസം എന്നോട് അമ്മായി പറഞ്ഞു, മോനെ ഗീതു, നീ ഇനി കോളേജിൽ പോവണ്ട, ഒരാഴ്ച കോളേജിൽ പോവണ്ട എന്ന് നിന്റെ ഏട്ടൻ എന്നോട് പറഞ്ഞു. ഏട്ടൻ അവിടുത്തെ പ്രിൻസിപ്പളിനോട് ലീവൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി നീ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം. അപ്പോഴായിരുന്നു ഏട്ടൻ്റെ വിളി വന്നത്. ഏട്ടൻ അമ്മായിയോട് എനിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മായി എനിക്ക് ഫോൺ തന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഡാ ഞാൻ നിന്റെ മാഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ലീവിന്, ഇനി നീ വേണം അമ്മായിയെ നോക്കാൻ വേണ്ടി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞു. അപ്പോഴായിരുന്നു അവര് എനിക്കൊരു ഓയിൽമെന്റ് തന്നത്. അതുവരെ അമ്മായിയുടെ നടുവിന് ബെൽറ്റ് പോലത്തെ എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഊരിയിട്ട് എനിക്ക് 2-3 ഓയിൽമെന്റ് തന്ന്, ഇത് നിന്റെ അമ്മായിക്ക് നീ പുരട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അമ്മായിക്കാണെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി വീണ്ടും വീട്ടിലോട്ട് മടങ്ങി വരികയാണ്.
അപ്പോൾ അമ്മായി ഉച്ചക്ക് കിടക്കാൻ നേരം എന്നോട് നീ ഒന്ന് എനിക്ക് പുരട്ടിത്ത എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ആ അമ്മായി ഞാൻ ടി വി നോക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്നായിരുന്നു അമ്മായി വിളിച്ചത്, എന്നിട്ട് എന്നോട് പറഞ്ഞതാണ് എനിക്കിത് പുരട്ടി തരണമെന്ന്. ഞാൻ ചോദിച്ചു, എവിടെയാണ് ഓയിൽമെന്റ് ഒക്കെ വെച്ചിട്ടുള്ളത്? അപ്പോൾ അവിടെ 2 ഷെൽഫ് ഉണ്ടായിരുന്നു, അതിലൊരു ഷെൽഫിൽ താഴെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ബോക്സ് കാണിച്ച്, ഇതാണോ? ആ അത് തന്നെ. അതിലെ ഒരു പച്ച കളറിൽ എഴുതിയിട്ടുള്ള ഒരു ഓയിൽമെന്റ് ആണ്. അപ്പോൾ അവിടെ ഒരു പൊതിയിൽ പച്ച സ്കെച്ച് കൊണ്ട് എഴുതിയിട്ട് ഉള്ളത് ഞാൻ കണ്ടു. അങ്ങനെ അത് ഞാൻ മെല്ലെ എൻ്റെ കയ്യിലോട്ട് പുരട്ടി. അങ്ങനെ അമ്മായി വേഗം തന്നെ അമ്മായിട്ട നൈറ്റ് ഒന്ന് പൊക്കി എന്നോട് പറഞ്ഞു, ഇത് ഇവിടെ പുരട്ടിയേ എന്ന് പറയുമ്പോൾ ഞാൻ ആ ഓക്കെ എന്ന് പറഞ്ഞ് ഞാനത് പരട്ടുമ്പോൾ അമ്മായിയുടെ വായിൽ നിന്നും ഒരു പ്രത്യേക രീതിയിലുള്ള വേദനിക്കുമ്പോഴുള്ള സൗണ്ട്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ കൺട്രോൾ മുഴുവനും പോവുകയാണ്. ഞാൻ പരട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മായിക്ക് ഞാൻ പരട്ടത്തോറും അമ്മായി വേദന കൊണ്ട് വേറെന്തൊക്കെയോ സൗണ്ടാണ് കേൾപ്പിക്കുന്നത്. ഇത് കേൾക്കുന്ന എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ വേഗം തന്നെ പരട്ടിക്കൊടുത്ത് അമ്മായിയുടെ ഡ്രസ്സൊക്കെ നേരാക്കി റൂമിൽ ഫാനിട്ട് ഡോറടച്ച് ഞാൻ വീണ്ടും ടി വി കാണാനിരുന്നു. എനിക്കാണെങ്കിൽ എങ്ങനെയും ടി വി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അമ്മായിയുടെ ആ സൗണ്ട് കാരണം എന്തൊക്കെയോ പോലെ. ഞാൻ ഈ ടി വിയും വെച്ച് റിമോട്ടും കയ്യിൽ വെച്ച് ടി വി ഒന്നായിരുന്നില്ല, ഏതോ ലോകത്തിൽ നിന്നും എന്തോ ചിന്തിക്കുകയാണ്. ഞാൻ അതുവരെ എൻ്റെ അമ്മായി എന്നുള്ള രീതിയിലായിരുന്നു കണ്ടുകൊണ്ടുണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. രാത്രി വരെ ഞാൻ ഇതും ചിന്തിച്ചുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ രാത്രി ഇങ്ങനെ ചിന്തിച്ചു, അമ്മായിക്ക് രാത്രി മരുന്ന് പുരട്ടി കൊടുക്കണ്ടായിരിക്കും അല്ലേ, ഓ എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് സമാധാനിച്ചു. പിന്നെ ഇതേ ഉച്ചക്ക് എൻ്റെ അമ്മായി വിളിക്കുകയാണ്, മോനെ എനിക്കിതൊന്ന് പരട്ടിത്തരണം. അപ്പോഴും അമ്മായി അതേപോലത്തെ സൗണ്ട്. ഞാൻ പരട്ടി കൊടുക്കുമ്പോൾ എൻ്റെ കൺട്രോൾ പോവാതിരിക്കാൻ എൻ്റെ പഴം മുറുക്കെ പിടിച്ച് ഞാൻ അത് പരട്ടി കൊടുത്തു. വീണ്ടും ഞാൻ വന്ന് കഴിയൊക്കെ കഴുകി. എനിക്ക് എന്തൊക്കെയോ പോലെ. അങ്ങനെ 4 ദിവസം എന്നോട് അമ്മായി ചോദിച്ചു, ഞാൻ ഇങ്ങനെ സൗണ്ട് ആക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും? ഇല്ല എനിക്കൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞ് ഞാൻ വീണ്ടും അവിടെ നിന്ന് എണീക്കുകയാണ്. അല്ല എന്നാലും അമ്മായി എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചത് എന്നൊക്കെ പറയുകയാണ്. എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. അങ്ങനെ ഒരാഴ്ചയാണ് മരുന്നിൻ്റെ ഇന്ന് ലാസ്റ്റ് ഡേ, 7ാമത്തെ ദിവസം ഞാൻ അമ്മായിക്ക് മരുന്ന് പുരട്ടി കൊടുക്കുമ്പോൾ അമ്മായി എന്നോട് പറഞ്ഞു, കുറച്ച് താഴെ പുരട്ടിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തുവാ അമ്മായി ഇങ്ങനെ താഴെ പറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ് ഞാനും ചിന്തിക്കുകയാണ്. അങ്ങനെ എൻ്റെ സിറ്റുവേഷൻ എൻ്റെ അമ്മായിക്ക് മനസ്സിലായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ സൗണ്ട് ഒന്നും ചെയ്യുന്നില്ല, മോനെ പറ്റിക്ക എന്ന അമ്മായി എന്നോട് ഇളം ചിരിയോടെ പറയുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം അമ്മായിയോട് പറയണം എന്ന് തോന്നി. ഞാനങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ അമ്മായിയോട് എൻ്റെ ഒരു ആഗ്രഹം പറയുകയാണ്. അമ്മായിയും അതേ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് കൊണ്ട് അമ്മായി എൻ്റെ ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നു. അമ്മായി പറഞ്ഞു, നീ വേഗം ചെന്ന് ആ ഡോറൊക്കെ അടച്ചിട്ട് വാ, നിന്റെ അമ്മയൊന്നും പുറത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇല്ല എൻ്റെ അമ്മ പുറത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ കിച്ചണിലുള്ള ഡോറും ഹാളിലെ ഡോറും ഒക്കെ അടച്ച് ടി വിയും ഓഫ് ചെയ്ത് എനിക്ക് സ്വർഗം, എൻ്റെ അമ്മായിക്ക് ഞാൻ ഒരു സ്വർഗം കൊടുക്കുകയാണ്. അപ്പോൾ ഈ വാട്സപ്പ് നമ്പർ എന്തിനാണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. 500 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള വീഡിയോസ്, ഫോട്ടോസ്, വീഡിയോ കോള്, ഗേൾസുമായിട്ട് ചാറ്റിങ്, ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ എനിക്ക് 500 രൂപ പേ ചെയ്തതിന് ശേഷം നിങ്ങളെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാവരും ഇന്നലെ രാത്രി അടിപൊളിയായിട്ടാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. അതുപോലെയുള്ള ഉഗ്രം കഥകൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഞാൻ മാനത്തെ വിചാരിച്ചിട്ടാണ് ആ വാട്സപ്പിൽ ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങളുടെ കാര്യം പുല്ല് പോലെ സാധിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്നെയും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കഥയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.